നമസ്കാരം. കേരളത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികമുള്ള വിഭവം അല്ലെങ്കിൽ വിഭവ സമ്പത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പല വിഭവങ്ങളുടെ കാര്യം പറയും. ഇപ്പോൾ കരിമണലിൻ്റെ കാര്യം വരെ പറയാറുണ്ട്. എന്നാൽ എല്ലാ കാലത്തും നാം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഭവശേഷിയായി ഉയർത്തിക്കാട്ടിയിരുന്ന മാനവ വിഭവശേഷിയാണ്, ഹ്യൂമൻ റിസോഴ്സസ്. കേരളത്തിലെ പ്രബുദ്ധരായ മലയാളികൾ എന്നും വിദ്യാഭ്യാസത്തിൽ മുൻപിലാണ്. ഈ 100% സാക്ഷരത തുടങ്ങി വിദ്യാഭ്യാസം ഈ മേഖലകളിലെല്ലാം വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ച് ഉന്നത വിജയങ്ങൾ നേടുന്നവരാണ്. ആ മാനവ വിഭവശേഷി ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും കയറ്റി അയക്കപ്പെടാറുണ്ട് എന്നുള്ള അവകാശവാദങ്ങൾ നാം തുടരെ ലോകത്തിൻ്റെ മുൻപിൽ വയ്ക്കുവാറുണ്ട്. ആ ചരിത്രം ഞാൻ മറക്കുന്നില്ല. അത് ഒരു പരിധിവരെ ശരിയാണ്. പഴയ കാലങ്ങളിൽ പ്രഗത്ഭരായ നിരവധി മലയാളികൾ രാജ്യാന്തര തലത്തിലും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ വൻ വിജയങ്ങൾ നേടിയിട്ടുണ്ട്, വലിയ പേരുകൾ നേടിയിട്ടുണ്ട്, സംസ്ഥാനത്തിൻ്റെ അഭിമാനം ഉയർത്തിയിട്ടുമുണ്ട്. പക്ഷേ സമീപകാലത്ത് ഈ വിഭവശേഷി എന്നുള്ള അവകാശവാദം അടിസ്ഥാനപരമായിട്ട് പൊള്ളയായ ഒരു അവകാശവാദമാണ്. 100% ലിറ്ററസി സാർ എന്ന് പറയുന്നത് പോലെ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സമീപകാലങ്ങളായി ഒരു 15-20 വർഷങ്ങൾ എന്ന് കൂട്ടിക്കോളൂ. ആ 20 വർഷങ്ങൾക്കുള്ളിൽ കേരളം കയറ്റി അയക്കുന്ന പ്രധാന മാനവ വിഭവശേഷി സമ്പത്ത് ഭീകരവാദത്തിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഐസിസിൽ ചേരാൻ പോയ ആളുകളുടെ എണ്ണം, പേരുകൾ, ഇവയെല്ലാം നാം കേട്ടതാണ്, അറിഞ്ഞതാണ്. ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം പ്രേക്ഷകർ ഓർക്കേണ്ടത്, ഇന്നലെ RPയുമായിട്ടുള്ളൊരു ചർച്ചയിൽ RP ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു. ഇപ്പോഴുള്ള ഈ കണക്കുകളും പേരുകളും നമ്മുടെ നാട്ടിൽ നിന്ന് നേരിട്ട് അഫ്ഗാനിസ്ഥാനിലേക്കോ സിറിയയിലേക്കോ ജിഹാദ് ചെയ്യാൻ പോയവരുടെ കണക്കുകളാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പോയി അവിടെ നിന്ന് ഏതെങ്കിലും ഒരു കള്ള വഴിയിൽ കൂടി, ഒരു അനധികൃതമായിട്ടുള്ള വഴിയിലൂടെ സിറിയയിലോ പാകിസ്ഥാനിലോ ഒക്കെ പോയി ഭീകരവാദ പരിശീലനങ്ങൾ നേടിയവരാരൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വിവരം പൊതുമണ്ഡലങ്ങളിൽ ലഭ്യമല്ല. അന്വേഷണ ഏജൻസികൾ അത്തരത്തിലുള്ള വിഷയങ്ങളെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും. അതാണ് ഈ കേരളത്തിൻ്റെ മാനവ വിഭവശേഷി ഇപ്പോൾ എന്ന് പ്രധാനമായി പറയേണ്ടി വരും. ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞതിൻ്റെ കാരണം, ഈ കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായി. വിധി എന്നുള്ളതിനപ്പുറം ഒരു വിചാരണ കോടതിയുടെ വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചു. 38 ജിഹാദികൾക്ക് വധശിക്ഷ വിധിച്ച വിചാരണ കോടതിയുടെ വിധി ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചു. 2008 അഹമ്മദാബാദിൽ നടന്ന സ്ഫോടന പരമ്പര, 56 നിരപരാധികളുടെ ജീവൻ നഷ്ടമായ ആ സ്ഫോടന പരമ്പരയിൽ ആ കേസിൽ പിടികൂടപ്പെട്ട ഭീകരവാദികൾ ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടനയുടെ അംഗങ്ങളായ മുൻ സിമി പ്രവർത്തകരെന്ന് പറയുമ്പോൾ നമ്മുടെ KT ജലീലിനെ പോലെ, മുൻ മന്ത്രി KT ജലീലിനെ പോലെ. അദ്ദേഹം ഒരു മുൻ സിമി പ്രവർത്തകനായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി. അദ്ദേഹത്തിൻ്റെ മുൻകാല സഹപ്രവർത്തകർ ഇന്ത്യൻ മുജാഹിദീൻ ഉണ്ടാക്കുവാൻ പോയി. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടനയിലെ അംഗങ്ങളായ 38 പേരുടെ വധശിക്ഷ ഗുജറാത്ത് ഹൈക്കോടതി ശരിവെച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ തൊട്ടും തൊടാതെയും ഈ വാർത്തകൾ സംപ്രേഷണം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറച്ചുവെക്കപ്പെട്ട ഒരു വിവരം അതിനുള്ളിലുണ്ട്. പലപ്പോഴായി തത്വമയി ന്യൂസ് ഈ വിഷയം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയും നമ്മുടെ വെബ്സൈറ്റിലൂടെയും യൂട്യൂബിലൂടെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുള്ളതാണ് ഈ വിവരം. ആ വിവരം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വധശിക്ഷ വിധിക്കപ്പെട്ടവരിൽ 3 മലയാളികളുമുണ്ട്. ഈരാറ്റുപേട്ട സ്വദേശികൾ. ഈരാറ്റുപേട്ട വളരെ പ്രസിദ്ധമാണല്ലോ. സമീപകാലങ്ങളായിട്ട് ഏതാണ്ട് ഒരു താലിബാൻ ആകുന്നു ആ പ്രദേശമെന്നുള്ള തരത്തിൽ, അല്ലെങ്കിൽ ഒരു പാകിസ്ഥാൻ ആകുന്നു ആ ഈരാറ്റുപേട്ട പ്രദേശം എന്നുള്ള തരത്തിൽ ആരോപണങ്ങളുണ്ട്. അങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ സത്യമാണെങ്കിൽ പോലും ഞങ്ങളതിനെതിരെ കേസ് കൊടുക്കും, ഈരാറ്റുപേട്ടയെ അപമാനിച്ച് എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുമെന്ന് അവിടുത്തെ ഭരണസമിതികൾ, ഇപ്പോഴത്തെ ഭരണസമിതികൾ, അത് ഏത് തരത്തിലാണെങ്കിലും, ശരിയാ നിയമമാണെങ്കിലും ഭാരതീയ നിയമമാണെങ്കിലും അതനുസരിച്ച് ഭരിക്കുന്ന ഭരണസമിതികൾ ഭീഷണി മുഴക്കിയിട്ടുമുണ്ട്. അതൊരു വശത്ത് നിൽക്കട്ടെ. ഇപ്പോൾ ഈ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന, വിചാരണ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച, ഹൈക്കോടതി വധശിക്ഷ ശരിവെച്ച 38 പേരിൽ 3 മലയാളികളുണ്ട്. ഈരാറ്റുപേട്ട സ്വദേശിയായ ഷിബിൽ, ഈ ഷിബിലിൻ്റെ സഹോദരനായിട്ടുള്ള ഷാദുലി. ഷിബിലിൻ്റെ സഹോദരൻ്റെ പേര് ഷാദുലി എന്നാണ്. ഷിബിലിന് ഏതാണ്ട് 43-44 വയസ്സുണ്ട്. ഷാദുലിക്ക് 41-40 വയസ്സ്. ഇതാണ് ഏകദേശ പ്രായം. മലപ്പുറം സ്വദേശി ഒരു ET ഷറഫുദ്ദീൻ. ഈ 3 പേരുടെയും വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. ഇനി ജീവപര്യന്തം ശിക്ഷ വിധിക്കപ്പെട്ട പ്രതികളുടെ കൂട്ടത്തിലും
കേരളത്തിൻ്റെ അഭിമാനം ഉയർത്തിക്കൊണ്ടൊരു ജിഹാദിയുണ്ട്, ആലുവ സ്വദേശി മുഹമ്മദ് അൻസാർ. ഈ 4 പേർ ഈ സംഭവത്തിൽ, 4 മലയാളികൾ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കേരളത്തിലെ അഭിമാനമാണോ അല്ലെങ്കിൽ അപമാനമാണോ എന്നുള്ളത് പ്രേക്ഷകർ തീരുമാനിക്കുക. പലർക്കും അഭിമാനമാണ് എന്നാണ് മലപ്പുറം പ്രദേശത്ത്, ഈരാറ്റുപേട്ട പ്രദേശത്ത് നിന്നുമൊക്കെ അറിയുവാൻ കഴിയുന്നത്. കാരണം ഈ ഷിബിൽ ഷാദുലി തുടങ്ങിയ വ്യക്തികൾ പൂമ്പാറ്റകളെയും പൂക്കളെയും സ്നേഹിച്ചവരായിരുന്നു എന്ന് ഈരാറ്റുപേട്ട സ്വദേശികളുടെ ഭാഗത്ത് നിന്ന്, പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഈരാറ്റുപേട്ട സ്വദേശികളുടെ ഭാഗത്ത് നിന്ന് സാക്ഷ്യപത്രങ്ങൾ നിരവധി കുറേ ദിവസങ്ങൾക്ക് മുൻപ് വിചാരണ കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്ത് ഇവർ ഹൈക്കോടതിയെ സമീപിച്ച സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഈ സാക്ഷ്യപത്രങ്ങൾ. ഈ അഹമ്മദാബാദ് സ്ഫോടന പരമ്പര 2008 നടക്കുന്നത്. 38 പ്രതികൾക്ക് അപൂർവങ്ങളിൽ അപൂർവമാണ് ഈ കുറ്റകൃത്യം എന്ന് കണ്ടെത്തി വിചാരണ കോടതി വധശിക്ഷ വിധിച്ചിരുന്നു. 11ഓളം പേർക്ക് ജീവപര്യന്തവും ശിക്ഷയും. ഏതാണ്ട് ഒരു 60-ന് മുകളിൽ 78 പ്രതികൾ, കൃത്യമായിട്ട് പറഞ്ഞാൽ 78 പ്രതികൾ ഈ കേസിൽ വിചാരണ നേരിട്ടിരുന്നു. 28 പേരെ കോടതി കുറ്റവിമുക്തരാക്കി, മറ്റുള്ളവരെ ശിക്ഷിക്കുകയും ചെയ്തു. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഈ കേവലം വധശിക്ഷ ശരിവയ്ക്കുക മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. ഈ ഇരകളായവർക്ക്, ജീവൻ നഷ്ടപ്പെട്ടവരുടെ നഷ്ടപരിഹാരം 10 ലക്ഷവും പരിക്കേറ്റവർക്ക് 5 ലക്ഷം രൂപയും നഷ്ടപരിഹാരം സംസ്ഥാന സർക്കാർ നൽകണമെന്ന് ഹൈക്കോടതി വിധിക്കുകയുമുണ്ടായി. വിചാരണ കോടതി അനുവദിച്ച നഷ്ടപരിഹാര തുക ഹൈക്കോടതി വർദ്ധിപ്പിച്ചു. ഇത്രയുമാണ് ആ കേസിൻ്റെ ഒരു പശ്ചാത്തലം. അഹമ്മദാബാദിലെ സ്ഫോടന പരമ്പരകൾ നടന്നത് 2008 നഷ്ടപ്പെട്ട ജീവനുകൾ നീതിക്കായിട്ടൊരു 18 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. വിചാരണ കോടതിയുടെ വിധി നേരത്തെ വന്നെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനം എന്ന് പറയുന്നത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടുവാൻ പാടില്ല എന്നുള്ള ഒരു തത്വത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതായതുകൊണ്ട് 18 വർഷങ്ങൾ ഈ വിധി സ്ഥിരീകരിക്കപ്പെടുവാൻ വേണ്ടി വന്നു. ഇനിയും സുപ്രീം കോടതി എന്നുള്ളൊരു വാതിൽ ഈ ഭീകരവാദികളുടെ മുമ്പിൽ, ഈ ജിഹാദികളുടെ മുമ്പിൽ, മലയാളികളുടെ മുമ്പിൽ തുറന്നു കിടപ്പുണ്ട്. 4 മലയാളികൾ, 3 പേർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു, ഒരാൾ ജീവപര്യന്തം ശിക്ഷയ്ക്ക്. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ വസിക്കുന്നുണ്ട്. സിമി പ്രവർത്തകരായിരുന്നു. സിമിയുടെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാപനം തന്നെ കേരളത്തിലായിരുന്നു എന്ന് പറയേണ്ടി വരും. ഭാരതത്തിൻ്റെ മോചനം ഇസ്ലാമിലൂടെ എന്നുള്ളതായിരുന്നു സിമിയുടെ പ്രധാന മുദ്രാവാക്യം. സിമിയിൽ നിന്ന് വളർന്നു വന്ന് സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്നായിരുന്നു സിമിയുടെ പൂർണ്ണ നാമത്തിൻ്റെ ഒരു വികാസം. ആ സിമിയിൽ നിന്ന് വളർച്ച പ്രാപിച്ച, പരിണാമം പ്രാപിച്ച ജിഹാദികളാണ് ഇന്ത്യൻ മുജാഹിദീനിലെത്തിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുൻ സിമി പ്രവർത്തകനായ ജലീൽ രാഷ്ട്രീയത്തിലിറങ്ങി മന്ത്രി വരെയായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തെ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ്. ഒന്നെങ്കിൽ ജിഹാദിന് പോകും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരും എന്നുള്ളത് കേരളത്തിലെ ജിഹാദികളെ സംബന്ധിച്ച് സുരക്ഷിതമായിട്ടുള്ള 2 കരിയർ പാത്ത് വേയ്സാണ്. അവരുടെ ഒരു മുന്നോട്ടുള്ള ജീവിതത്തിൽ അവർ ഏത് കരിയർ തിരഞ്ഞെടുക്കുന്നു എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഒരു 2 വഴികളായി പിരിയുന്ന ഒരു ഘടകത്തിൽ അല്ലെങ്കിൽ ഒരു ബിന്ദുവിൽ അവരെത്തുമ്പോൾ അതിലേക്ക് ഒരു വഴി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രണ്ടാമത്തേത് ജിഹാദികളുമായിട്ടാണ്. ആ ജിഹാദികളുടെ വഴിയിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ SDPI, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, നമ്മുടെ NDF തുടങ്ങിയ നിരവധി സംഘടനകൾ അവർ കണ്ടുമുട്ടും. ഈ വഴിയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുവാനുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഉള്ളിൽ ഒരു സുരക്ഷിത താവളം ഒരുക്കുവാനുള്ള ലക്ഷ്യത്തോടു കൂടി അവർ സഞ്ചരിക്കുകയാണെങ്കിൽ ആ വഴിയിൽ പ്രധാനമായും അവർ കണ്ടെത്തുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയാണ്. കോൺഗ്രസ്സിലേക്ക് അവരധികം നേരിട്ട് ചേക്കേറാറില്ല. കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിലൂടെ കോൺഗ്രസിനെ അവർക്ക് നിയന്ത്രിക്കാം. മുസ്ലിം ലീഗിൻ്റെ കയ്യിലും കാര്യങ്ങൾ നിന്നില്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടല്ലോ. അത്തരത്തിലുള്ള വിവിധ കരിയർ ഓപ്ഷൻസുകൾ, അല്ലെങ്കിൽ ഈ കരിയറിൻ്റെ ഉള്ളിൽ തന്നെ കരിയർ സുരക്ഷിതമാക്കുവാനുള്ള മാർഗങ്ങൾ നിരവധി അവരുടെ മുൻപിലുണ്ട്. അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി ഈ 3 വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജിഹാദികളുടെയും 1 ജീവപര്യന്തം ശിക്ഷ സ്ഥിരീകരിക്കപ്പെട്ട ജിഹാദിയുടെയും കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം നാം അന്വേഷിച്ച് പോകേണ്ട കാര്യമേ ഇല്ല. കാരണം അതിൽ പല ന്യായങ്ങളും കാണും. എന്തുകൊണ്ട് അവർ ഭീകരവാദത്തിലേക്ക് തിരിഞ്ഞു? ഭീകരവാദത്തിലേക്ക് തിരിയുവാൻ ഒരു ന്യായവും പര്യാപ്തമല്ല. ഭീകരവാദം തന്നെയാണ്. ഭീകരവാദത്തിന് മതമില്ല എന്ന് ആർക്കെങ്കിലും ഒരു തോന്നൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ മണ്ടന്മാർ വേറെ ഇല്ലെന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറയും, ഈ 4 പേരുടെയും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാകട്ടെ, ജീവപര്യന്തം ശിക്ഷ സ്ഥിരീകരിക്കപ്പെട്ടവനാകട്ടെ, ഇവരുടെ മതം മാത്രം ഒന്ന് നോക്കിയാൽ മതി. അവർ മതത്തിൻ്റെ പേരിൽ മാത്രമാണ് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുവാനായി ഇറങ്ങി പുറപ്പെട്ട് 56-57 നിരപരാധികളുടെ ജീവൻ
സ്ഫോടന പരമ്പരകൾ നടത്തി ഇല്ലാതാക്കിയത്. ഈ കൊല്ലപ്പെട്ട ആളുകൾ ആരും അവരുടെ വ്യക്തിഗത ശത്രുക്കളായിരുന്നില്ല. അവരിൽ ആരെയും ഇവർക്ക് വ്യക്തിപരമായി കണ്ടുപരിചയം പോലും ഉണ്ടായിരിക്കണമെന്നില്ല. അത്തരത്തിലുള്ള നിരപരാധികളുടെ ജീവനാണ് ഇവരെടുത്തത്. എന്തിനു വേണ്ടി? പെഹൽഗാമിൽ ഭീകരന്മാർ പാൻ്റ് അഴിച്ചു നോക്കി കലിമ ചൊല്ലിച്ച് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം നിരപരാധികളെ എന്തിനു വെടിവെച്ച് കൊന്നോ അതിനു വേണ്ടിയിട്ട് മാത്രം, മതത്തിന് വേണ്ടി, അവരുടെ മതബോധത്തിന് വേണ്ടി, അവരുടെ മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി. ഇന്ത്യൻ മുജാഹിദീൻ എന്ന സംഘടനയുടെ നട്ടെല്ലിന്ന് ഒടിച്ചിരുന്നു. ബാട്ട്ല ഹൗസ് എൻകൗണ്ടറിലായിരുന്നു സോണിയാഗാന്ധി കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ പടം കണ്ട് പൊട്ടിക്കരഞ്ഞ ബാട്ട്ല ഹൗസ് എൻകൗണ്ടറിലായിരുന്നു അവരുടെ അവസാനത്തെ നട്ടലിൻ്റെ അവസാന കശേരുവും ഒടിച്ചിട്ടത്. പക്ഷേ ഈ ഭീകരവാദികൾ ആ സമയത്തും വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒളിവിലാണ്, പിടിയിലായിട്ടില്ല. എല്ലാവരും പിടിയിലായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 78 ജിഹാദികളോളം ഈ കേസിൽ വിചാരണ നേരിട്ടു. 28 പേരെ കുറ്റവിമുക്തരാക്കി തെളിവുകളുടെ അഭാവത്തിൽ. ആ 28 ജിഹാദികളും നിഷ്കളങ്കരായിരുന്നു, നിരപരാധികളായിരുന്നു. ഭാരതീയ നിയമം അനുശാസിക്കുന്നതനുസരിച്ച് നമ്മളവരെ കുറ്റക്കാരെന്ന് വിളിക്കുവാൻ നമുക്കധികാരമില്ല. പക്ഷേ അവർ ജിഹാദികളാണോ എന്ന് ചോദിച്ചാൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൻ്റെ കണ്ടെത്തലുകൾ അവരും ജിഹാദികൾ തന്നെയാണ്. അതുകൊണ്ട് നിരപരാധികൾ എന്ന ഭാവേന നടക്കുന്ന 28 ജിഹാദികളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനി നമ്മുടെ ഫേസ്ബുക്കിൽ കണ്ടൊരു പോസ്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ ഇവരുടെയൊക്കെ പ്രായം 43 മുതൽ 40-43 വയസ്സിനിടയ്ക്കാണ്. 18 വർഷങ്ങൾക്ക് മുമ്പ് 40 വയസ്സുള്ള ഒരുവന് എത്ര വയസ്സുണ്ടായിരിക്കണം ഈ ഭീകരവാദ പ്രവർത്തനത്തിനിറങ്ങുമ്പോൾ? 22 വയസ്സ്. 22 മുതൽ 25 വയസ്സ് വരെയുള്ള പ്രായപരിധിയിൽപ്പെട്ടവരാണ് 2008 ഇത്തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനം നടത്തുവാനായി നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. അതും കേരളത്തിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ, യുവാക്കൾ. ആലോചിച്ച് നോക്കൂ, കൗമാരം അങ്ങോട്ട് കടന്നിട്ടേ ഉള്ളൂ. ആ പ്രായത്തിൽ ഇത്തരത്തിലൊരു ഭീകരവാദ പ്രവർത്തനത്തിൻ്റെ പരിശീലനം നേടി മാനസികമായി അതിന് തയ്യാറെടുത്ത് അതിന് വേണ്ട സ്ഫോടന സാമഗ്രികളെല്ലാം സമാഹരിച്ച് അത്തരത്തിലൊരു പ്രവർത്തനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കണമെങ്കിൽ ഏത് തരത്തിലായിരിക്കണം ഇവരുടെയൊക്കെ മസ്തിഷ്കം പ്രക്ഷാളനം ചെയ്യപ്പെട്ടിരിക്കുന്നത്? രാജീവ് ചന്ദ്രശേഖർജി കഴിഞ്ഞ ദിവസം, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുഹമ്മദ് സനൂഫിനെ സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം ചോദിച്ചിരുന്നു, എങ്ങനെയാണ് ഇവരുടെ ഒരു ബ്രെയിൻ വാഷിംഗ് നടക്കുന്നത്? അതാണ് കണ്ടെത്തേണ്ടത്. ഇത്ര രാജ്യവിരുദ്ധത ഇവരുടെ ഉള്ളിൽ നിറയുവാൻ തക്ക രീതിയിൽ ഏത് ഘട്ടത്തിലാണ് ഇവരുടെ മസ്തിഷ്കം പ്രക്ഷാളനം ചെയ്യപ്പെടുന്നത്? വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം 3-ാം വയസ്സ് മുതൽ തന്നെ ഇവരിൽ പലരും ആ പ്രക്രിയയ്ക്ക് വിധേയരായി തുടങ്ങും മതപഠനത്തിലൂടെ. ആ പഠനം നടക്കുന്ന മതപഠനശാലകളാണ് ഇത്തരത്തിലുള്ള ഒരു ബ്രെയിൻ വാഷിങ്ങിൻ്റെ തുടക്കം കുറിക്കുന്ന ശാലകൾ, അല്ലെങ്കിൽ ഫാക്ടറികൾ, അല്ലെങ്കിൽ ലബോറട്ടറികൾ എന്ന് വിളിക്കാം. പഠനശാല എന്നുള്ള ഇതിനും അപ്പുറം ഒരു പരീക്ഷണശാലയാണത്. ആ പരീക്ഷണശാലയിൽ പരീക്ഷണങ്ങളല്ല നടക്കുന്നത്. പരീക്ഷണം നടത്തി വിജയിച്ച ഒരു ഭീകരവാദ തത്വത്തിൻ്റെ പ്രായോഗികമായ ഉപയോഗമാണ് അവിടെ നടക്കുന്നത്. അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ ഇനിയും ഷാദുലിയും ഷറഫുദ്ദീനും ഒക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടേ തന്നെ ഇരിക്കും. ആ പേരുകൾ ഓരോ ദിവസവും മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുന്നതും നാം കണ്ടുകൊണ്ടേയിരിക്കും. ഒടുവിൽ അഹമ്മദാബാദിലും ഹൈദരാബാദിലും ഡൽഹിയിലും മാത്രം നാം കണ്ടും കേട്ടും ശീലിച്ച സ്ഫോടന പരമ്പരകൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കേരളത്തിലേക്ക് എത്തുകയും ചെയ്യും. ഒരുപക്ഷെ ഈരാറ്റുപേട്ടയിൽ നിന്നോ പെരുമ്പാവൂരിൽ നിന്നോ ആയിരിക്കും ആ സ്ഫോടന പരമ്പരകളുടെ സ്രോതസ്സുകളും ആസൂത്രകരും ഉയർന്നു വരിക. മലപ്പുറത്ത് നിന്ന് തീർച്ചയായിട്ടും അതിൽ 1-2 പേരുണ്ടാകും. കാരണം മലപ്പുറത്തിനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇത്തരത്തിലുള്ള ഒരു സമാധാന പ്രക്രിയ നാട്ടിൽ നടപ്പാക്കപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് കേരളം പോകാതിരിക്കണമെങ്കിൽ നാം ഓരോരുത്തരും ജാഗരൂകരായിരിക്കുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുൻപിൽ താൽക്കാലികമായിട്ടുള്ളൊരു വഴിയായിട്ടുള്ളൂ. UDF ആയാലും LDF ആയാലും ഇത്തരം ഭീകരവാദികളെ കഴിയുന്നിടത്തോളം സഹായങ്ങൾ നൽകി സുരക്ഷിതരാക്കുവാൻ അവർ ശ്രമിക്കും. ഒരു പരിധിക്കപ്പുറം മുഹമ്മദ് സനൂഫിനെ കൈവിട്ടതുപോലെ അവർ കൈവിടും. പക്ഷേ അതുവരെ അനുഭവിക്കേണ്ടത് നാമാണ്. പകരം ഒരു ഭരണകൂടത്തെ നാം തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നതുവരെ ആ മാനസിക വളർച്ചയിലേക്ക്, അത്തരത്തിലൊരു തീരുമാനം എടുക്കുവാനുള്ള മാനസിക വളർച്ചയിലേക്ക് കേരള സമൂഹം ഒന്നാകെ ഒരു കളക്റ്റീവ് സൊസൈറ്റിയായിട്ട് ഇനിയും എത്തിച്ചേരേണ്ടിയിരിക്കുന്നു. ആ എത്തിച്ചേരുന്ന നിമിഷം വരെ, അല്ലെങ്കിൽ ആ ബിന്ദുവിൽ നാം എത്തിച്ചേരുന്നത് വരെ ജാഗരൂകരായിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനുള്ള പോം വഴി. അപ്പോൾ എന്തായാലും ഈ വാർത്തയൊന്ന് വിശകലനം ചെയ്തത് കേരളത്തിലെ ഈ മാനവ വിഭവശേഷി കയറ്റുമതിയുണ്ടല്ലോ, അതിനെ സംബന്ധിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി തീർച്ചയായും അറിയുവാനാണ്. ആ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം
വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.